നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അറേബ്യയുടെ ലോകകപ്പിന് ഇന്ന് പന്തുരുളും. ആദ്യ പോരാട്ടം ഖത്തറും ഇറാഖും തമ്മിലാണ്. ഖത്തറിനെതിരായ ഉപരോധം നിലനിൽക്കെ തന്നെ ഉപരോധ രാജ്യങ്ങളായ സൗദി അറേബ്യയും UAEയും ബഹ്റിനും ടൂർണമെന്റിൽ പങ്കെടുക്കുന്നതിനായി ദോഹയിലേക്ക് എത്തിച്ചേർന്നു. 24ാമത് അറേബ്യൻ ഗൾഫ് കപ്പ് ഫുട്ബോളിനാണ് ഇന്ന് ദോഹയിൽ പന്തുരുളുന്നത്. ഖത്തറിനെതിരായ ഉപരോധം നിലനിൽക്കെ തന്നെ ഉപരോധ രാജ്യങ്ങളായ സൗദി അറേബ്യയും UAEയും ബഹ്റിനും ടൂർണമെന്റിൽ പങ്കെടുക്കുന്നതിനായി ദോഹയിൽ എത്തിച്ചേർന്നു. ഇതിൽ സൗദി ടീം റിയാദിൽ നിന്നും നേരിട്ടുള്ള വിമാനത്തിലാണ് ദോഹയിലെത്തിയത്. 2 വർഷങ്ങൾക്ക് ശേഷമാണ് റിയാദിൽ നിന്നും ഒരു വിമാനം നേരിട്ട് ദോഹയിലേക്ക് എത്തുന്നത്. ഇതോടെ ടൂർണമെന്റിന് ആവേശമേറുന്നതിനൊപ്പം മേഖലയിലെ അസ്വാരസ്യങ്ങൾക്ക് ടൂർണമെന്റോടെ അയവ് വരുമെന്നും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ കണക്കുകൂട്ടുകയാണ്. ആതിഥേയരായ ഖത്തറും ഇറാഖും തമ്മിലാണ് അറേബ്യൻ ഗൾഫ് കപ്പിലെ ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടുക. നിലവിലെ ഏഷ്യൻ ചാമ്പ്യന്മാരായ ഖത്തർ തന്നെയാണ് ടൂർണമെന്റിലെ ഹോട്ട് ഫേവറേറ്റുകൾ. ഡിസംബർ 8-നാണ് ടൂർണമെന്റിന്റെ ഫൈനൽ നടക്കുന്നത്. അറേബ്യൻ മേഖലയുടെ ലോകകപ്പ് എന്ന് വിശേഷിക്കപ്പെടുന്ന അറേബ്യൻ ഗൾഫ് കപ്പിന് ഇത്തവണ വീറും വാശിയും ഏറെ തന്നെയാണ്. ചാമ്പ്യൻഷിപ്പിൽ നിന്ന് നേരത്തെ പിന്മാറിയിരുന്ന സൗദി അറേബ്യയും UAEയും ബഹ്റിനും അവസാന നിമിഷം ടൂർണമെന്റിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചതോടെ കായിക പ്രേമികളെല്ലാം ആവേശത്തിന്റെ പാരമ്യത്തിലായി എന്ന് തന്നെ പറയാം. 8 ടീമുകൾ 2 ഗ്രൂപ്പുകളിലായാണ് പോരാട്ടത്തിന് ഇറങ്ങുക. ഇതിൽ നിലവിലെ ഏഷ്യൻ ചാമ്പ്യന്മാരായ ഖത്തറും നിലവിലെ ഏഷ്യൻ കപ്പ് സെമി ഫൈനലിസ്റ്റുകളും മേഖലയിലെ ഏറ്റവും ശക്തരായ ടീമുമായ UAEയും ഒരേ ഗ്രൂപ്പിൽ വരുന്നുവെന്നത് കളി ആരാധകർക്ക് അത്യാവശ്യം പകരുന്നതാണ്. 2007-ലെ ഏഷ്യൻ കപ്പ് ജേതാക്കളായ യമനും ഇറാഖുമാണ് ഗ്രൂപ്പ് എയിലെ മറ്റു ടീമുകൾ. ഗ്രൂപ്പ് ബിയിൽ സൗദി അറേബ്യ, ഒമാൻ, കുവൈറ്റ്, ബഹ്റിൻ എന്നിവരാണ് ഏറ്റുമുട്ടുന്നത്. ഇന്ന് വൈകിട്ട് 7 മണിക്കാണ് ഖത്തറും ഇറാനും തമ്മിൽ ഉദ്ഘാടന മത്സരം അരങ്ങേറുന്നത്. UAEയും യമനും തമ്മിലാണ് നാളത്തെ 2ാം മത്സരം. നിലവിലെ ഗൾഫ് കപ്പ് ചാമ്പ്യന്മാരായ ഒമാനും കരുത്തന്മാരായ സൗദി അറേബ്യയും ഒരു ഗ്രൂപ്പിലാണ് ഉള്ളത്. കുവൈറ്റും മികച്ച ടീമുമായാണ് ദോഹയിലേക്ക് എത്തിയിരിക്കുന്നത്. മുഴുവൻ രാജ്യങ്ങളും പങ്കെടുക്കുന്നതോടെ വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നായി ഫുട്ബോൾ ആരാധകർ ദോഹയിലേക്ക് ഒഴുകുമെന്നാണ് സംഘാടകരുടെ കണക്കുകൂട്ടൽ. ഓൺലൈനിലും ഖത്തറിലെ വിവിധ വാണിജ്യ സ്ഥാപനങ്ങളിലും മത്സരങ്ങൾക്കുള്ള ടിക്കറ്റുകൾ ലഭ്യമാണ്. സൂഖ് വാഖിഫ്, കദാറ, വില്ലാജിയോ മാൾ, മാൾ ഓഫ് ഖത്തർ, ദോഹ ഫെസ്റ്റിവൽ സിറ്റി എന്നിവിടങ്ങളിൽ വൈകിട്ട് 4 മുതൽ 10 വരെ ടിക്കറ്റ് ലഭിക്കുന്നതാണ്. ഗൾഫ് കപ്പ് 2019.QA എന്ന വെബ്സൈറ്റിലൂടെയും ടിക്കറ്റുകൾ എടുക്കാവുന്നതാണ്. 10, 30, 50 റിയാൽ എന്നിങ്ങനെയാണ് ടിക്കറ്റിന്റെ നിരക്കുകൾ. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.